ഹായ് ഹലോ സുധിനാണ്. നമസ്കാരമുണ്ട്. ഞാൻ ഇന്നുള്ളത് മുളക്കുഴ, പത്തനംതിട്ട ജില്ലയിൽ മുളക്കുഴ, അതായത് നമ്മുടെ ചെങ്ങന്നൂരിനൊക്കെ അടുത്തുള്ള സ്ഥലത്താണ്. നമ്മൾ ഒരു സൈറ്റിലാണുള്ളത്. അവിടെ ഫെൻസിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം വന്ന് കാല് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചു. അത് നമ്മുടെ ക്ലൈൻ്റ് ഉള്ളത് സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നാളെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് തീർത്തണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് എമർജൻസി ആയിട്ട് നമ്മൾ വന്നിട്ട് ചെയിൻ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്യാണ്. അങ്ങനെ എമർജൻസി ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. നമുക്ക് ഏകദേശം ഒരു 130 മീറ്റർ ഏരിയ വരുന്ന ഒരു വർക്കാണ്. 5 അടി ഹൈറ്റുള്ള ഫെൻസിങ് ആണ് ചെയ്തിട്ടുള്ളത്. ആയുഷ് ചെയിൻ ലിങ്ക് ആണ്, കോമ്പാക്റ്റ് ഗേജ് ചെയിൻ ലിങ്ക് ആണ്, 3 ലൈൻ പ്ലെയിൻ കമ്പിയാണ്, ടാറ്റയുടെ GI പൈപ്പാണ്. നമ്മുടെ എല്ലാ ഭാഗത്തും പറയുന്ന ഒരുപോലുള്ള സ്പെസിഫിക്കേഷനാണ്. പിന്നെ 5 അടി ഹൈറ്റ് എന്ന് പറയുമ്പോൾ പലർക്കും എത്ര ഹൈറ്റ് ചൂസ് ചെയ്യണം എന്നുള്ള സംശയം ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ ഏകദേശം ഒരു 175 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ്. എൻ്റെ ഓൾമോസ്റ്റ് ഒരു ഇത്ര ഹൈറ്റ് ഇപ്പോൾ ചെയിൻ ലിങ്ക് ഫെൻസിങ് വരുന്നുണ്ട്. അപ്പോൾ ഈ 5 അടി ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നോർമലി എന്താ പറയുക, ആൾ കയറാതിരിക്കാനും പന്നി ശല്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സൈസാണ് ഈ 5 അടി ഹൈറ്റ്. ഇതിനേക്കാൾ താഴത്തൊരു 4 അടി ഹൈറ്റ് വരുന്നുണ്ട്. ആ 4 അടി ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത പറയുന്നത്, ജസ്റ്റ് പന്നിശല്യം മാത്രമാണെന്നുണ്ടെങ്കിൽ 4 അടി നമുക്ക് ഓക്കെയാണ്. അല്ലാത്ത മറ്റുള്ള ശല്യങ്ങൾ, ആൾക്കാർ കയറുന്നതോ മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് 5 അടി ഹൈറ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു എൻക്വയറി വന്നു. നമ്മൾ കസ്റ്റമർ നാട്ടിൽ വന്ന പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു. അപ്പോൾ പുള്ളി രാവിലെ പള്ളിയിലെല്ലാം പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിലെല്ലാം പോയി ഞങ്ങൾ കൃത്യമായിട്ട് ഈവനിങ് 5:45 അവിടെ എത്തി. സൈറ്റിലെത്തിയ പുള്ളി ഫ്രീ ആയത് അപ്പോഴായിരുന്നു. നമുക്ക് എറണാകുളത്ത് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വന്നു സൈറ്റ് കണ്ടു. അന്ന് തന്നെ പുള്ളി കൺഫേം ചെയ്തു. പക്ഷേ പുള്ളി ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നത്, പുള്ളി പോകുന്നതിന് മുന്നേ കംപ്ലീറ്റ് ചെയ്ത് തരണമെന്ന് മാത്രമായിരുന്നു ഡിമാൻഡ് ഉണ്ടായിരുന്നത്. അത് പ്രകാരം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഈ ചെയിൻ ലിങ്ക് ഇങ്ങനെ ആടുന്നതിനെ കുറിച്ച് സംശയിക്കൊന്നും വേണ്ട. കാര്യം ചെയിൻ ലിങ്ക് ഇപ്പോൾ ഒരു 3 സൈഡാണ് ഉള്ളത്. സി ഷേപ്പിലാണുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും ചെയിൻ ലിങ്ക് കെട്ടിക്കഴിഞ്ഞു. ഇനി പ്ലെയിൻ കമ്പിയും, അതായത് ഈ കമ്പിയും നമ്മുടെ ചെയിൻ ലിങ്ക് തമ്മിൽ കൂട്ടി കെട്ടുന്ന ചെറിയ 16 ഗേജിൻ്റെ കമ്പിയുണ്ട്. അത് വെച്ചിട്ട് എല്ലാ ഭാഗത്തും കെട്ടാനുണ്ട്. അത് കെട്ടാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ കിടന്ന് ആടി കളിക്കുന്നത്. അതിനെക്കുറിച്ച് വെറിയിടാവേണ്ട. എനിവേ, അപ്പോൾ അങ്ങനെ കസ്റ്റമർ നമ്മുടെ എൻക്വയറി വന്നു, കൺഫേം ആയി. എനിക്ക് തോന്നുന്നു 2 ദിവസത്തിനുള്ള നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വർക്കേഴ്സിനെ കൊടുത്തിട്ട് കാല് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് കുറച്ച് എക്സ്ട്രാ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം അവരെ വീടുണ്ട്, അതായത് നമ്മുടെ സൈറ്റിൻ്റെ ബാക്കിൽ റോഡിൻ്റെ നമ്മുടെ സൈറ്റിൻ്റെ ഇടയ്ക്ക് ഒരു വീട് വരുന്നുണ്ട്. ആ വീടിൻ്റെ മുകളിൽ ഷീറ്റിൻ്റെ വർക്കെല്ലാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ കൊട്ടേഷനെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൈപ്പ് എടുത്തപ്പോൾ കുറച്ച് എക്സ്ട്രാ പൈപ്പെല്ലാം എടുത്തിട്ട് അവർ കുറച്ച് ഹാൻഡ് റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഒരു ദിവസം വന്ന് പൈപ്പ് കാര്യങ്ങൾ കട്ട് ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്ത് കൃത്യമായിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ 2 അടിയാണ് താഴത്തോട്ട് കൊടുക്കാറ്. അത് എല്ലാ വീട്ടിലും നമ്മൾ പറയുന്നതാണ്. കാര്യം നമ്മൾ ആദ്യമൊക്കെ 1.5 അടിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 1.5 അടി കൊടുത്തു കഴിഞ്ഞാലെന്ന് വെച്ചാൽ കാലക്രമേണ ഒരു 4-5 വർഷം കഴിയുമ്പോഴേക്ക് കാല് പൊളിഞ്ഞ് പോരാനും കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 2 അടി നിർബന്ധമായിട്ടും കൊടുക്കുന്നത്. അത് നല്ലതാണ്. ഒരു കണക്കിന് നോക്കുകയാണെന്ന് വെച്ചാൽ 2 അടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഫെൻസിങ് അവിടെ നിന്നോളും. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. ഇങ്ങനെ 2 അടി താഴത്തോട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ 3 ലൈൻ പ്ലെയിൻ കമ്പി കെട്ടി അതിൻ്റെ മുകളിലാണ് ചെയിൻ ലിങ്ക് ഫിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 2.5 മീറ്ററിലാണ് ഗ്യാപ്പുകൾ കൊടുത്തിട്ടുള്ളത് ഓരോ കാലുകളുടെ. അത് നോർമലി കോൺക്രീറ്റ് കാലാണെങ്കിലും GI പൈപ്പ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന സ്പേസിങ്, സ്റ്റാൻഡേർഡ് സ്പേസിങ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള 2.5 മീറ്ററാണ്. അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ചെയിൻ ലിങ്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ സ്പെസിഫിക്കേഷനാണ് 3 ഇഞ്ച് കള്ളികലത്തുള്ള 12 ഗേജ് വയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1 സൈഡ് ട്വിസ്റ്റഡ് ആണ്. കോമ്പാക്റ്റ് ഗേജ് ചെയിൻ ലിങ്ക് ആയിരുന്നു. അതുപോലെ തന്നെ ആയുഷാണ് ചെയിൻ ലിങ്ക്. ആയുഷിൻ്റെ അഡ്വാൻറ്റേജ് നമ്മളിതിൻ്റെ മുന്നുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഒന്നുകൂടി പറയാം. ഈ ആയുഷ് എന്ന് പറയുന്നത് ടാറ്റയിൽ വരുന്ന ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ നിന്ന് പ്രൊഡക്റ്റാണ്. അത് ചെയിൻ ലിങ്കിൽ വരുന്ന പ്രീമിയം സെഗ്മെൻറ്റ് പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ മുകളിൽ വരുന്ന കോട്ടിംഗ് എന്ന് പറയുന്നത് ടാഷയിൽ 1000 എന്ന് പറയുന്ന കോട്ടിംഗാണ്. സാധാ ചെയിൻ ലിങ്ക് എന്ന് പറയുന്നത് GI കോട്ടിംഗാണ്. ഈ ടാഷയിൽ 1000ൻ്റെ പ്രത്യേകത പറയുന്നത് ടാറ്റേനെ ഇന്നോവേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കോട്ടിംഗ് ആണ് വരുന്നത്. ഇത് എന്താ പറയുക, നമുക്ക് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നോർമൽ GIയും ടാറ്റയുടെ ചെയിൻ ലിങ്ക് രണ്ടും തമ്മിൽ, GIയും ആയുഷും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രം ഇതിൻ്റെ മുകളിൽ ഒരു ബ്ലൂ ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട്. ആ ബ്ലൂ ഷെയ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഒരു ചെറിയൊരു ബ്ലൂ ഷെയ്ഡിങ് പോലെ തോന്നും. ചെയിൻ ലിങ്കിന് സൈഡിൽ നിന്നെല്ലാം നോക്കുന്ന സമയത്ത് നമുക്കൊരു ബ്ലൂ കളർ തോന്നും. പക്ഷേ ഈ ബ്ലൂ കളർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാത്രമാണ്, ഒരിക്കലും അതിൻ്റെ ക്വാളിറ്റി അല്ല. 2 റോളും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആയുഷും നോർമൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡിങ് കൊടുക്കുന്നത്. അല്ലാതെ അതുകൊണ്ട് ഒരു വിധത്തിലുള്ള കാര്യങ്ങളുമില്ല. ഇതിൻ്റെ കോട്ടിംഗ് എന്ന് പറയുന്നത് GI കോട്ടിംഗ് പോലെ തന്നെ ടാഷയിൽ 1000 എന്ന് പറയുന്നൊരു കോട്ടിംഗാണ്. അത് കമ്പനി അവകാശപ്പെടുന്നത് നോർമൽ GI വയറിനേക്കാൾ ഡബിൾ ലൈഫ് കിട്ടുമെന്നാണ് പറയുന്നത്. അത് ഒരു 8-9 വർഷമായിട്ടുള്ള പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ട്, പിന്നെ ഏത് പ്രൊഡക്റ്റ് ആകുമ്പോഴും പുതിയ പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ന്യൂനതകളുണ്ടാവും. അത് കമ്പനി പരിഹരിച്ച് വരുന്നുണ്ട്. എന്തായാലും ആദ്യം കുറച്ച് കംപ്ലൈൻറ്റുകൾ കൂടുതലായിരുന്നു. ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൈസ് വൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ നോർമൽ GI ചെയിൻ ലിങ്കിനെക്കാട്ടിലും
കിലോ വൈസ് പറയാൻ വെച്ചാൽ 10-15 ഉറുപ്പ്യയുടെ വ്യത്യാസമുണ്ട് കിലോയിൽ. അതുപോലെ തന്നെ മീറ്ററിൽ പറയാൻ വെച്ചാൽ ഒരു 10-50-60 രൂപ ഏകദേശം ഒരു മീറ്ററിൽ നമുക്ക് ഡിഫറൻസ് വരും രണ്ടും തമ്മിൽ. അപ്പോൾ അതാണ് ആയുഷിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ചെയിൻ ലിങ്ക് നോർമൽ GI ചെയിൻ ലിങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സൈസുകളും നമുക്ക് ആയുഷിൽ അവൈലബിൾ ആണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം റോളായിട്ട് വയർ വരുന്നിട്ട് ഇവിടുന്ന് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ടാറ്റയിൽ നിന്ന് റോളായിട്ട് വരുന്നുണ്ട്. രണ്ടും നമുക്ക് അവൈലബിൾ ആണ്. അതിൽ കോമ്പാക്റ്റ് ഏജ് ചെയിൻ ലിങ്കിനെ കുറിച്ച് ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. കോമ്പാക്റ്റ് ഏജ് എന്ന് പറയുന്നത് നോർമൽ GI ചെയിൻ ലിങ്കും കോമ്പാക്റ്റ് വരുന്നുണ്ട്, ആയുഷിലും കോമ്പാക്റ്റ് വരുന്നുണ്ട്. അതായത് ഈ ഷാർപ്പണായിട്ടുള്ള എഡ്ജോട് കൂടി വരുന്നതാണ് കോമ്പാക്റ്റ് എന്ന് പറയുന്നത്. റോള് കുറച്ച് കോമ്പാക്റ്റ് ആയിരിക്കും. മറ്റേ സാധാരണ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ വലിയ റോളായിരിക്കില്ല, വളരെ തിന്നായിട്ടുള്ള റോളായിരിക്കും. ഈ റോളിൻ്റെ പ്രത്യേകത നമുക്ക് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഈസിയാണ്. അത്ര മാത്രമേ ഉള്ളൂ, അല്ല വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അത് കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയിട്ട് അവർ മേക്ക് ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇത് ആയുഷിലും നോർമലും കോമ്പാക്റ്റ് ഏജ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ ഷാർപ്പൻ എഡ്ജ് ഉള്ളതും അവൈലബിൾ ആണ്. ഈ ഷാർപ്പൻ എഡ്ജ് ഉള്ളതും ഇല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇത് ഓട്ടോമാറ്റിക് ചെയിൻ ലിങ്ക് മെഷീനിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്, മറ്റത് മാനുവലി ചെയ്യുന്ന ചെയിൻ ലിങ്ക് ആണെന്ന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അല്ലാതെ വയറിലോ ക്വാളിറ്റിയിലോ ഡ്യൂറബിലിറ്റിയിലോ കാര്യങ്ങളിലൊന്നും ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇത്രയാണ് GI ചെയിൻ ലിങ്കും ആയുഷും തമ്മിലുള്ള ഒരു വ്യത്യാസം. പിന്നെ നിങ്ങൾക്കും ഇതുപോലെ ചെയിൻ ലിങ്കിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും, കാരണം നമുക്ക് അതിനെക്കുറിച്ച് ഏകദേശം ഞങ്ങൾ വെൽ സ്റ്റഡീഡാണ്. നമ്മൾ ഏകദേശം കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. നമുക്കറിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു 130 മീറ്റർ വർക്ക് പത്തനംതിട്ടയിലെ മുളക്കുഴയിൽ ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കസ്റ്റമർ നാളെ രാവിലെ പോകുന്നതുകൊണ്ടാണ് ഇത്ര എമർജൻസി ആയിട്ടൊരു വർക്ക് ചെയ്തത്. ഇതുപോലെ നിങ്ങൾക്കും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ പുറത്താണെങ്കിൽ കൂടെ നമുക്ക് ടേൺ കീ ബേസിസിൽ നമുക്ക് വർക്ക് പ്രൊജക്റ്റ് ചെയ്ത് തരാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതിപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലാണെങ്കിലും ഇപ്പോൾ കേരളത്തിനോട് തട്ട് കിടക്കുന്ന സംസ്ഥാനങ്ങളാണെങ്കിലും നമുക്ക് ചെയ്യാറുണ്ട്, ചെയ്ത് കൊടുക്കാനും ബുദ്ധിമുട്ടില്ല. എന്ത് എൻക്വയറി ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ആർക്കെങ്കിലും ഇതുപോലത്തെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇന്ന് ക്ലയൻറ്റിൻ്റെ ഒരു റിവ്യൂ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, കിട്ടുമെന്നറിയില്ല. പുള്ളിയോട് ചോദിച്ചിട്ടുണ്ട്. പുള്ളി നാളെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തിരക്ക് കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഞാനും ശ്രുതിലാണ് ഇവിടെ സൈറ്റിലെത്തിയിട്ടുള്ളത്. നമ്മുടെ വർക്കേഴ്സും ഉണ്ട്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4 മണിയോട് നമ്മളിപ്പോൾ ഏകദേശം 2-2:30 ഈ സമയം നമ്മൾ 4 മണിയോട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. മറ്റൊരു സൈറ്റും മറ്റേ വീഡിയോ ആയിട്ടും കാണുന്നതായിരിക്കും. ബൈ.